നമസ്കാരം. ഉപാസനയിലേക്ക് സ്വാഗതം. നമ്മുടെ ഭഗവത്ഗീത സഞ്ചാരത്തിൽ നമ്മൾ ഭഗവത്ഗീതയുടെ 1-ാം അധ്യായമായ അർജുന വിഷാദ യോഗം കഴിഞ്ഞ വീഡിയോയിൽ ഉപസംഹരിച്ചു. സ്വാഭാവികമായിട്ടും ഏതൊരു ഭാഗവും അവസാനിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള കുറേ സംശയങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അങ്ങനെ കുറച്ച് ആളുകൾ നമ്മളോട് ചോദിച്ച സംശയങ്ങൾ നമ്മൾ നേരിട്ട് അതിനുള്ള മറുപടി കൊടുത്തു. ചില സംശയങ്ങൾ ജനറലായിട്ട് നമുക്കൊരു വീഡിയോയായി ഡിസ്കസ് ചെയ്യാം എന്ന് മനസ്സിലൊന്ന് തോന്നി. അപ്പോൾ അങ്ങനെയുള്ള 2 കാര്യങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. അതിനെക്കുറിച്ച് കൂടുതലൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മുടെ ഭഗവത്ഗീതയിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു സങ്കല്പ വാക്യം ചൊല്ലലുണ്ടായി. വീഡിയോയുടെ അവസാനം അതെന്താണെന്ന് ചോദിച്ച് ചില സംശയങ്ങൾ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാം. പിന്നെ അതുകൂടാതെ ഈ ഭഗവത്ഗീതയുടെ 1-ാമത്തെ അധ്യായം തന്നെ ഒരു വിഷാദയോഗം, അർജുന വിഷാദയോഗം, ഇതിന് കാരണം എന്തായിരിക്കും എന്നുള്ള ഒരു സംശയങ്ങളല്ല, അതിനെക്കുറിച്ചിട്ടുള്ള ചില സന്ദേഹങ്ങൾ, കൂടുതൽ അറിയാനുള്ള വ്യഗ്രതകൾ, അതാണതിൽ. അല്ലാതെ അതൊരു സംശയം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഒന്ന് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ സങ്കല്പവാക്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ആ സങ്കല്പവാക്യം ഇതാണ്. നമുക്കതൊന്ന് ആ സങ്കല്പവാക്യം ഒന്ന് കേൾക്കാം. ഓം തത് സത് ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ അർജുന വിഷാദയോഗോ നാമ പ്രഥമോ അധ്യായഃ. ഈ സങ്കല്പവാക്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഇന്ന് നമ്മുടെ ഏതൊരു അറിവിൻ്റെ ശാഖകളും പ്രധാനമായിട്ടും ബുക്കുകളെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ബുക്ക് വായിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ബുക്കിലുള്ള കാര്യങ്ങൾ അവസാനിച്ചു, അല്ലെങ്കിൽ ഒരു അധ്യായം അവസാനിച്ചു, അടുത്ത അധ്യായം തുടങ്ങുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. പക്ഷേ എന്നാൽ നമ്മുടെ ഉപനിഷത്തുകളും അതേപോലെയുള്ള ധർമ്മഗ്രന്ഥങ്ങളും എല്ലാം നമ്മൾ പണ്ട് ഗുരുമുഖത്തു നിന്നാണ് കേട്ടു പഠിച്ചിരുന്നത്. അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഗുരുക്കന്മാർ അത് വായിക്കുന്നു, മറ്റുള്ളവരത് കേട്ടിരിക്കുന്നു. അപ്പോൾ ഈ വായിക്കുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും അത് കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭാഗം അവസാനിച്ചു എന്ന് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചില മെത്തേഡുകൾ, ചില കാര്യങ്ങളെയാണ് നമ്മൾ ഈ സങ്കല്പ വാക്യങ്ങൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. പല രീതിയിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ നമുക്ക് അധ്യാത്മരാമായണം വായിക്കുന്ന ആളുകളെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. രാമായണം വായിച്ച് കഴിയുമ്പോൾ ചില ആളുകൾ ശ്രീരാമനെക്കുറിച്ചുള്ള ഏതെങ്കിലും ശ്ലോകങ്ങൾ ചൊല്ലിയിട്ടായിരിക്കും അത് ഉപസംഹരിക്കുക. അതല്ല വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ അവസാനത്തെ വരി 2 പ്രാവശ്യം ചൊല്ലിയിട്ട് ഉപസംഹരിക്കും. അങ്ങനെ ഒരു രീതി പിന്തുടരുന്നുണ്ട്. പിന്നെ ചില ആളുകൾ സുന്ദരകാന്ഡത്തിലെ ഹനുമത് സീതാ സംവാദത്തിൽ സീതാദേവി പറയുന്ന ഒരു വാക്കുണ്ട്. ഇപ്പോൾ നമ്മൾ രാമായണം ചൊല്ലുമ്പോൾ അവിടെ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നതാണ് പറയുക. അപ്പോൾ രാമായണം നമ്മൾ ചൊല്ലി നിർത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം ആ രാമായണത്തിൽ ലയിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഉണർത്തി അദ്ദേഹത്തെ പറഞ്ഞയച്ചിട്ട് വേണം നമ്മൾ രാമായണ വായന നിർത്താനെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ സീതാദേവി പറയുന്ന ഒരു വരിയുണ്ട്, വഴിയിലൊരു പിഴയും ഉപരോധവും എന്നിയെ വായു സുധാ പോക നല്ലവണ്ണം ധ്രുവം. അങ്ങനെ ആ ഒരു വരി ചൊല്ലിയിട്ട് നമ്മൾ രാമായണം അവസാനിപ്പിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പല മെത്തേഡുകൾ, പല രീതികൾ പല സ്ഥലങ്ങളിലായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഭഗവത്ഗീതയിൽ ഉപയോഗിക്കുന്ന ഒരു സങ്കല്പവാക്യം, ആ അധ്യായം കഴിഞ്ഞു എന്ന് നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സങ്കല്പവാക്യമാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതും അതാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ കേട്ടത്. ഇതാണ് ഈ അവസാന ഭാഗങ്ങളെ കുറിച്ചിട്ടുള്ള സംശയങ്ങൾക്കുള്ള മറുപടി. അത് ഓരോ സ്ഥലത്തും ഇപ്പം എല്ലായിടത്തും ഭഗവത്ഗീത ചൊല്ലുന്നിടത്ത് ഇത് തന്നെയാണ് സങ്കല്പവാക്യമായിട്ട് ഉപയോഗിക്കുക, അങ്ങനെയൊന്നുമില്ല. പല രീതികളിലും പല രീതിയിലും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചത് ഇതാണ്. അപ്പോൾ ഓരോ അധ്യായം കഴിയുമ്പോഴും ആ അധ്യായത്തിൻ്റെ
അധ്യായത്തെ സൂചിപ്പിച്ച് നമ്മൾ ഇതേപോലെ സങ്കല്പവാക്യങ്ങൾ ചൊല്ലിയിട്ടാണ് അവസാനിപ്പിക്കാറ് ആ അധ്യായം. അതാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. പിന്നെ അത് എന്താ പറയാച്ചെന്നെങ്കിൽ ഇപ്പോൾ ഭഗവത്ഗീതയെ സംബന്ധിച്ചിടത്തോളം 701 ശ്ലോകങ്ങളാണ് അതിലുള്ളത്. അപ്പോൾ ഈ 701 ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് 701 പെട്ടികളാണ്, അറിവുകളുടെ പെട്ടികളാണ്. ഓരോ ശ്ലോകത്തിലും അനവധി വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും അറിവുകളാണ് ഈ ഓരോ ശ്ലോകത്തിലും അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഭഗവത്ഗീതയ്ക്ക് നമ്മളൊരു അത്രയും പെട്ടികൾ, അറിവിൻ്റെ പെട്ടികൾ കൂട്ടി വെച്ച പോലെ നമുക്ക് സങ്കല്പിക്കാം. കാരണം ഇത് ഉപനിഷത്ത് തന്നെയാണ്. എന്താണോ മനുഷ്യ നന്മയ്ക്ക് നല്ല കാര്യങ്ങൾ, നമ്മുടെ കർമ്മത്തെയും നമ്മുടെ ധർമ്മത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഉപനിഷത്ത് ഗ്രന്ഥം തന്നെയാണ് ഭഗവത്ഗീത, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു ഭാഗം കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കാനാണ് ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ വിഷാദയോഗത്തെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാം. അപ്പം നമുക്കൊക്കെ എപ്പോഴാണ് നമ്മളെല്ലാ സുഖ സൗകര്യത്തിലും ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് ഒന്നും കേൾക്കില്ല, ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ സുഖലോലുപതയിലായിരിക്കും. ആ നേരത്ത് നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള വിഷമത്തിലിരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അത് മനസ്സിലാക്കാനൊക്കെ ഉള്ള ആ ഒരു സാഹചര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ആ വിഷമങ്ങളെ എങ്ങനെയെങ്കിലും നമ്മൾക്ക് ഇല്ലായ്മ ചെയ്യണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കണം എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുന്തിദേവി ഭഗവാനോട് പറഞ്ഞത്, എനിക്ക് എപ്പോഴും വിഷമങ്ങൾ തരൂ, എന്നാലാണ് ഞാൻ അങ്ങയെ ധ്യാനിക്കുള്ളൂ എന്ന് ഭഗവാനോട് പറയാൻ കാരണം ഇതാണ്. അപ്പോൾ ആ വിഷമസ്ഥിതികൾ എപ്പോഴും, ഇപ്പം നമുക്കറിയാം ഈ ഭഗവത്ഗീത അതൊരു ബ്രഹ്മവിദ്യയാണ്. പെട്ടെന്ന് നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കുന്ന ഒരു വിദ്യയല്ല. ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മുടെ സാധനകളുടെ ഫലമായിട്ടാണ് നമുക്ക് ഒരു ബ്രഹ്മവിദ്യക്ക് യോഗ്യനായി തീരുക. അപ്പോൾ നമുക്ക് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളിൽ കൂടി, അതികഠിനമായ സാധനങ്ങളിൽ കൂടി നമ്മൾ വളരെയധികം ക്ലേശങ്ങൾ സഹിച്ച് ഗുരുവിൻ്റെ ഉപദേശങ്ങളെല്ലാം ശിരസ വഹിച്ചിട്ടാണ് നമ്മൾ ഈ ജ്ഞാനം നേടുന്നത്. അപ്പോൾ ഈ ജ്ഞാനം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിനെ ഒരുക്കണം. എന്നാലാണ് പിന്നീടാണ് അവിടെ ആ ജ്ഞാനത്തിൻ്റെ വൃക്ഷം വളർന്നു വലുതാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബ്രഹ്മവിദ്യ സ്വായത്തമാക്കാൻ ഏറ്റവും അനുയോജ്യമായത് ഒരു വിഷാദഭാവമാണെന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് അർജുനൻ ഇങ്ങനെ വിഷാദിച്ചിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഭഗവാൻ ആ ബ്രഹ്മവിദ്യ കൊടുക്കാൻ ആരംഭിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമുക്കിങ്ങനെ സങ്കല്പിക്കാം. അപ്പം ഇത് കൂടുതൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന ഗുരുക്കന്മാർക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് മറ്റുള്ള രീതിയിലൊക്കെ വ്യാഖ്യാനിക്കാൻ അറിയുമായിരിക്കും. പക്ഷേ നമ്മുടെ പരിമിതമായ അറിവ് വെച്ചിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഈ വിഷാദഭാവത്തിൽ ഈ ബ്രഹ്മവിദ്യ സ്വീകരിക്കാൻ, ഈ ബ്രഹ്മവിദ്യയുടെ വിത്തുകൾ പാകാൻ ഏറ്റവും അനുയോജ്യമായ സമയം ആ വിഷാദഭാവമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ആ ഭഗവത്ഗീത ആ അർജുനൻ്റെ വിഷാദഭാവത്തിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് ഭഗവാൻ നിശ്ചയിച്ചത്. അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ആരംഭിക്കാനും ഓരോ കാരണങ്ങൾ ആ ജഗദീശ്വരൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഒരു സാഹചര്യത്തിലാവുമ്പോൾ ഓരോ വ്യക്തികൾക്കും ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള ജ്ഞാനങ്ങൾ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അർജുനൻ ഇപ്പോൾ എല്ലാ കഴിവുകളുണ്ടെങ്കിലും ഇങ്ങനെയുള്ളൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ തന്നെ തുടങ്ങാമെന്ന് ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കാം. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ 1-ാം അധ്യായം അവസാനിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ജനറലായിട്ടുള്ള സംശയങ്ങൾക്ക് മറുപടിയായിട്ട് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് 2-ാമത്തെ അധ്യായം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കങ്ങൾ ആരംഭിക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ 2-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കും, സാഖ്യയോഗത്തിലേക്ക് പ്രവേശിക്കും. നമ്മുടെ ഭഗവത്ഗീത സഞ്ചാരം നമുക്ക് തുടർന്നു കൊണ്ടിരിക്കാം. എല്ലാവരും ഒപ്പമുണ്ടാവും എന്നുള്ള വിശ്വാസത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ആ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. തൽക്കാലം എല്ലാവർക്കും നന്ദി, നമസ്കാരം.